നാളെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ പോരാട്ടം നടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആകാംക്ഷ. ഇന്നലത്തെ കളി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സൂപ്പർ ഓവറിലാണ് നമ്മൾ ജയിക്കുന്നത് ശ്രീലങ്കയോട്. അപ്പോൾ അത് ജയിച്ച് തന്നെ വരണമായിരുന്നു. കാരണം അത്രയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ നമ്മൾ ആ ഫൈനൽ പോരിന് ഒരുങ്ങേണ്ടത് ആവശ്യമായിരുന്നു. അതിന് തക്ക വിധമുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ടീമിനെ എത്രത്തോളം മികച്ചതാക്കിയിട്ടുണ്ട്, ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഒരു വീറും വാശിയൊക്കെ വേണമല്ലോ, എന്നാലാണ് കളിക്കളത്തിൽ രസമുണ്ടല്ലോ. അപ്പോൾ സോണൽ, ജ്യോതിഷും ഉണ്ട് നമുക്കൊപ്പം. എന്തായാലും ഈ ക്രിക്കറ്റ് മത്സരം ആവേശകരമായി വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാധ്യതകൾ എന്ന് ജ്യോതിഷേ ഇങ്ങോട്ട്. പാകിസ്ഥാൻ ഇന്നലത്തെ കളി അവസാന നിമിഷം ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണല്ലേ. എങ്കിലും ആ അവസാന എങ്ങനെ വന്നാലും ഒരു രസമുള്ളൂ. സൂപ്പർ ഓവറൊക്കെ വരുമ്പോൾ ഒരു രസമുണ്ട് കളി. അതിൽ ഇന്നലത്തെ കളിയുടെ ഒരു അത് അടുത്ത ഫൈനലിലേക്ക് ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു പ്രഷറാണോ കൊടുക്കുന്നത് കൂടുതൽ, അതോ ഏത് ഘട്ടവും മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം? അല്ല, ഇന്നലത്തെ കളി വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് 100% ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഓപ്പണിംഗ് അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം അത് ഈ ടൂർണമെൻറ്റിൽ ത്രൂ ഔട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. കാരണം ത്രൂ ഔട്ട് അഭിഷേക് ശർമ്മ നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആകെ ഒരു സംശയം തോന്നുന്നത് മിഡിൽ ഓർഡേഴ്സിലാണ്. ആ മിഡിൽ ഓർഡേഴ്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഈ ടൂർണമെൻറ്റിലെ പല മത്സരങ്ങളിലും മിഡിൽ ഓർഡേഴ്സ് അത്ര പോരായിരുന്നു. വിചാരിച്ചത്ര രീതിയിലുള്ള ഒരു പെർഫോമൻസ് ടോപ്പ് ഓർഡറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മിഡിൽ ഓർഡേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നില്ല. അത് പക്ഷേ ഇന്നലെ അത് സോർട്ട് ഔട്ട് ചെയ്തു. തിലക് വർമ്മയും സഞ്ജു സാംസൻ്റെയും ഒരു നല്ലൊരു ഇന്നിങ്സ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന തന്നെയായിരുന്നു. കാരണം മിഡിൽ ഓർഡേഴ്സ് ഫോമിലേക്ക് എത്തുക, അവർ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുക. അതാണ് ടോട്ടൽ നമ്മളൊരു 2-2 നമ്മൾ എത്തുന്നത്. അത്തരത്തിലൊരു മികച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ ഇന്ത്യൻ ടീമിലേക്ക് സ്കോറിലേക്ക് എത്തിയിട്ട് അവരെ അവിടെ എത്തിച്ചു എന്നുള്ളത് അല്ലേ. ബൗളിംഗ് കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധാപൂർവ്വം. പ്രധാന ബൗളർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വരും മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ ചിത്രമാകെ മാറും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ടീം ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ടീമായിക്കോട്ടെ, ഇപ്പോൾ നിലവിൽ നമ്മുടെ പയ്യന്മാരാണ്, ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ചെക്കന്മാരാണ് ടീമിലുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അഭിഷേക് ആവട്ടെ, ഇറങ്ങിയ ഉടനെ തന്നെ അടിയ 2020 എങ്ങനെ കളിക്കണം എന്നുള്ളത് അവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ ജ്യോതിഷാണ്? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഈ ഒരുപാട് ഈ IPL ഒക്കെ ഒരുപാട് നമ്മളുടെ യുവ താരങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ T20 നമ്മൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ അത്രയും കളിച്ച് തന്നെ വരുന്ന പ്ലേയേഴ്സാണ്. എത്രമാത്രം സ്ട്രൈക്ക് റേറ്റ്, ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു നല്ലൊരു ബാറ്റിംഗ് നിരയാണ് ഇന്ത്യൻ ടീമിന് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നാളത്തെ മത്സരം അത്തരത്തിൽ ഉഷാറാകാൻ സാധിക്കുക. ഏകപക്ഷീയമായിട്ടൊരു വിജയം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ. മത്സരത്തിൽ എന്തായാലും എതിരാളിയും നമ്മൾ ആ ഒരു ബഹുമാനം മറ്റു കാര്യങ്ങളിൽ പോട്ടെ, പക്ഷെ അതുകൊണ്ട് അവരും പരമാവധി അതിൻ്റെ അറ്റം വരെ ശ്രമിക്കും. തീർച്ചയായിട്ടും ജ്യോതിഷാണ് അവരെ കോച്ച് പറഞ്ഞ കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ മത്സരം സൂപ്പർ 4 മത്സരം ഞങ്ങൾ കരുത്തോടെ തിരിച്ചു വരുന്നതാണ്. അതിൽ ഇന്ത്യയുമായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിൽ ഞങ്ങളുടെ പുതിയൊരു ചുവടുവെപ്പ് നിങ്ങൾ കണ്ടു. പക്ഷേ അത് ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് മാറും. ഞങ്ങൾ ബംഗ്ലാദേശിനെ അത്തരത്തിൽ അടിച്ചു വീഴ്ത്തിയതിന് ശേഷമാണ് ഫൈനലിലേക്ക് കടക്കുന്നത് എന്നുള്ള പ്രസ്താവന ഉണ്ട്. അതായത് അഭിഷേകിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഫോർമാറ്റുകളൊക്കെ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം ആ കോച്ചിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും അഭിമാന പോരാട്ടമാണ്. കാരണം കളിക്കളത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്, പലതരത്തിലുള്ള ഷോ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഷോകൾ അവിടെയുണ്ട്. ഇപ്പം നമ്മൾ ഹസ്തദാനം ഒഴിവാക്കുന്നു, ഇപ്പം അതിൽ പല താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്കൈ പറഞ്ഞതിനോടാണ് ഞാൻ മാനസികമായി യോജിക്കുന്നത്. ചില സമയത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് മുകളിൽ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് മുകളിലാണ്. പിന്നെ മനുഷ്യനോ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ കാര്യമില്ല, അവിടെയും നിങ്ങൾ സ്പോർട്സാണ്. പക്ഷേ അതുകൊണ്ടാണ് ഹസ്തദാനം ഒഴിവാക്കുക എന്നുള്ളൊരു മര്യാദ, ആ രീതിയിൽ നമ്മൾ മര്യാദ പാലിക്കരുത്, അത് ഒഴിവാക്കുന്നു. പക്ഷെ അവർ കാണിച്ചത് എന്തായിരുന്നു? വെടിവെക്കുന്നതാണ് കാണിച്ചത്. കാരണം ആ പഹൽഗാം വെടിവെപ്പിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ വരും പ്രവർത്തിക്കുമ്പോൾ അവരെത്രത്തോളം മോശം നിലയിലാണ് ഇതിനെ കാണുന്നതാണ്. അതുകൊണ്ട് നാളത്തെ ജയം നമുക്ക് അനിവാര്യമാണ്. നാളെയും ഇതുപോലെ പ്രകോപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും അല്ലേ. തീർച്ചയായിട്ടും കളിക്കളത്തിലുടനീളം അത്തരത്തിലുള്ള റൌഫിന്റെ ഭാഗത്തുനിന്ന് കാണികൾക്ക് നേരണ്ടായിട്ടുള്ള റൌഫ് എല്ലാ കാലത്തും അത്തരത്തിലുള്ള റിയാക്ഷൻസ് എടുക്കുന്നതാണ്. ഇപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അതൊരു ഓൾറെഡി നമ്മൾ അറിയാം. ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പം ഈ പഹൽഗാമിന് ശേഷമുള്ള വിഷയങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതൊരു വൈകാരികമായിട്ടൊരു കണ്ടന്റ് ഒരു സൈഡിൽ അത്രയും നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു ആക്ഷനൊക്കെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അഭിഷേകിന്റെ അടുത്ത് അഭിഷേക് അതിൽ പങ്കാളിയല്ല. ആ ഒരു പ്രശ്നത്തിൽ അഭിഷേക് ഇല്ല. പക്ഷെ ആ സ്ട്രൈക്കർ അടുത്തേക്ക് പോവാതെ സെക്കൻഡ് ബാറ്റ്മാന്റെ അടുത്തേക്ക് വന്നിട്ട് അത് ഘട്ടത്തിൽ നമ്മുടെ താരങ്ങൾ കൂടി
ഒന്ന് അതിർവിട്ട് പ്രവർത്തിച്ചാലോ എന്നൊരു അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്നതായിരിക്കും. അല്ല, സാധാരണഗതിയിൽ ഒരു കായിക പ്രേമി എന്നതിൽ നമുക്ക് അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് തോന്നുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും. അല്ല, സാധാരണ നമ്മളൊക്കെ കായിക പ്രേമികളാണ്, എല്ലാവരും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്ത്യ പാകിസ്ഥാൻ ആര് നന്നായി കളിക്കണം അങ്ങനെയുള്ള നമ്മൾ പറയാം, ആര് നന്നായി കളിക്കുന്നു അവർ ജയിക്കട്ടെ എന്നാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ മുകളിൽ രാജ്യത്തോടുള്ള നമ്മുടെ ഒരു സ്നേഹവും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം അനുഭവിക്കേണ്ടി വന്ന വേദനയും നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മുടെ താരങ്ങളുടെ മനസ്സിലുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ നാളത്തെ ഗംഭീരമാവട്ടെ. അതിൽ വേറൊരു ഇതുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അഭിഷേക് ശർമ്മയ്ക്ക് എന്തോ പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒരു ആശങ്കയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ എന്ന് വെച്ചാൽ എന്ത് പരിക്കുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ ഉണ്ടല്ലോ, അത് നമ്മുടെ താരങ്ങൾക്കുണ്ടാവും. നമുക്ക് ഇനി 150 കോടി ജനങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചും കൈയടിച്ച് നിൽക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ സന്തോഷിക്കാനുള്ള വക നാളെ വൈകുന്നേരം ഉണ്ടാവും. ശരി, അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് കൂടുതൽ വാർത്തകൾ നോക്കാം. എല്ലാവരും ആവേശത്തോടെ ആഘോഷത്തോടെ കാത്തിരിക്കുന്ന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. ജയം തന്നെയാകട്ടെ നമ്മുടെ ടീം നമുക്കായി കൊണ്ടുവരുന്നത്.